ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2020 ഒരു റഷ്യൻ ക്രൈം ഹൊറർ കോമഡി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ സ്വീറ്റി യു വോണ്ട് ബിലീവ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കുറച്ചു നേരം സമയം ചെലവഴിക്കാനും അതേപോലെ തന്നെ മീൻ പിടിക്കാനായിട്ടും ഒരു പുഴയുടെ അടുത്തേക്ക് പോകുന്ന 3 സുഹൃത്തുക്കൾ അവിടെ വെച്ചൊരു കാര്യം കാണുകയാണ്. അതെന്താന്ന് വെച്ചാൽ ഒരു കൊലപാതകം. അതിനുശേഷം ഈ ഒരു സ്റ്റോറിയിൽ അവർക്ക് എന്താണ് സംഭവിക്കുന്നത്, അതുമല്ല അവിടെ ഒരു കൊലപാതകം മാത്രമല്ല മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ 3 കൂട്ടുകാരിൽ ഒരുത്തൻ വീട്ടിൽ അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നടക്കുമ്പോഴത്തേക്കാണ് അതിനിടയിൽ മീൻ പിടിക്കാനായിട്ട് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടും. അതെന്താണെന്നെല്ലാം ഈ ഒരു മൂവി കണ്ടു തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ പറഞ്ഞതിലും കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു മൂവിയിൽ നമുക്ക് കാണാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വൺ ലൈൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തന്നത്. അപ്പൊ ഇനിയും കൂടുതലായിട്ട് സംസാരിച്ച സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു മൂവിയുടെ തുടക്കത്തില് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ ആയിട്ടുള്ള ഡസ്താൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ തന്റെ ഭാര്യയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഹീറോ ഓരോ സാധനങ്ങളും വാങ്ങിയിട്ട് ഈ ഒരു ബില്ലിംഗ് കൗണ്ടറിലേക്ക് സാധനങ്ങളൊക്കെ ബില്ലടിക്കാനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവന്റെ ഭാര്യ അവനോട് ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ഭാര്യ പറയുന്നത് എന്താണെന്ന് വെച്ചാല് അവന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ്. അതേപോലെ തന്നെ ഇവർക്ക് ജനിക്കാൻ പോകുന്ന ആ ഒരു കുട്ടിക്ക് ഒരു പേര് കണ്ടുപിടിക്കണം. ആ ഒരു കാര്യത്തെ പറ്റി ഹീറോയോട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ഹീറോ പറയും, ഞാൻ ഒരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്, അർസൻ. അപ്പൊ ആ ഒരു ഭാര്യ പറയും, അവൾക്ക് അർസൻ എന്നാണ് പേരിടുന്നത്. ഓ, പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് വേറെ പേര് കണ്ടുപിടിക്കാം. അതൊന്നും ശരിയാവത്തില്ല, എന്തായാലും നല്ലൊരു പേര് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഈ ഒരു ഭാര്യയുടെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാല് രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാല് പിന്നീട് രാത്രി ആവുന്നത് വരെ സംസാരമായിരിക്കും, അത് വെറുപ്പിക്കുന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ തന്റെ കുട്ടിക്ക് പേര് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ എന്താ ചെയ്തതെന്ന് വെച്ചാല് ഈ ബില്ലിംഗ് കൗണ്ടറിലെ ക്യാഷ്യർ ഉണ്ടല്ലോ, അവരുടെ പേരിങ്ങനെ നോക്കിയിട്ട് അതെല്ലാം ഓർത്തു വെക്കുന്നു. വേറെ വഴിയില്ല, എന്തെങ്കിലും ഒരു പേര് പറഞ്ഞു കൊടുത്തല്ലേ പറ്റൂ. അങ്ങനെ ഭാര്യയോട് സംസാരിച്ച് ഓക്കെ ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് വരാമെന്നെല്ലാം പറഞ്ഞ് ഈ സാധനങ്ങളെല്ലാം വാങ്ങി അത് കഴിഞ്ഞിട്ട് ഈ ഒരു പാർക്കിംഗ് സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഭാര്യ സത്യത്തിൽ വീട്ടിലൊന്നുമല്ല, അവള് കാറിൽ തന്നെ ഇരിപ്പുണ്ട്. കാറിലിരുന്നാണ് ഇമാതിരി രീതിയിൽ അവളോട് സംസാരിക്കുന്നത്. അങ്ങനെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അപ്പോഴും നിർത്തുമെന്നാണോ ഇപ്പൊ ഫോൺ കട്ട് ചെയ്തിട്ട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങാണ്. അവളുടെ അമ്മയെ പറ്റിയെല്ലാം പറഞ്ഞിട്ട് സത്യം പറയാലോ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് സംസാരിച്ചിരുന്നേ പറ്റൂ. വെറുതെ വഴക്കുണ്ടാക്കാണ്. ഹീറോ ആണെങ്കിൽ ദേഷ്യം കാരണം ഭാര്യയായിപ്പോയി, അതേപോലെ തന്നെ പ്രഗ്നന്റും ആണ്, ഒന്നും ചെയ്യാനും കഴിയത്തില്ല. ഇപ്പൊ ഭാര്യയുടെ അമ്മയെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കും ഹീറോ എന്തോ ഒരു കാര്യം ഇങ്ങനെ മാറ്റി പറയുമ്പോൾ ഓ അപ്പൊ എന്റെ അമ്മയെ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലേ, അല്ല ഇഷ്ടമാണ്, അല്ലെ നിങ്ങൾക്ക് ഇഷ്ടമല്ല, അങ്ങനെയാണ് പറഞ്ഞു വരുന്നതെന്നെല്ലാം പറഞ്ഞ് അതിനടുത്ത വഴക്ക്. ഹീറോ ദേഷ്യം കാരണം കാറിന്റെ ഡോറെല്ലാം അടച്ചിട്ട് ആ ഒരു ഷർട്ട് ഊരി കളഞ്ഞ് കാറിനകത്തേക്ക് കയറി ഇരുന്നിട്ട് അപ്പോൾ അവള് ചോദിക്കും, നിങ്ങൾ ഇത്രയും നേരം എന്നോട് ദേഷ്യം സംസാരിച്ചോ? ഇല്ല സംസാരിച്ചില്ല. ഇല്ല നിങ്ങൾ സംസാരിച്ചു എന്ന് പറയുമ്പോൾ മിണ്ടാതെ കാറും എടുത്ത് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോഴത്തേക്കും നിർത്തുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെ അവസാനം വീട്ടിലെത്തിയിട്ട് സാധനങ്ങൾ എടുക്കുമ്പോഴത്തേക്കും ഇത്ര താമസം എടുക്കുന്ന എന്തിനാ, പെട്ടെന്ന് എടുത്തോണ്ട് വരാൻ പറയുമ്പോൾ തല കൊണ്ടുവന്നിട്ട് ഈ ഒരു ഡോറിലൊരു ഒറ്റയടി. അതും കാരണം ദേഷ്യപ്പെട്ട് അവൾ അങ്ങനെ ദേഷിച്ച് നോക്കുമ്പോഴത്തേക്കും അവൻ മിണ്ടാതെ ഓക്കെ ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരും ഇപ്പൊ മുകളിലേക്ക് കയറി വരുമ്പോൾ അപ്പോഴും ഭാര്യ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവനാണെങ്കിലും മറുപടി ഒന്നും പറയുന്നതുകൊണ്ട് അല്ല ഞാൻ നിങ്ങളോടല്ലേ സംസാരിക്കുന്നത്, ഈ ഒരു ചുമരിനോടൊന്നല്ലോ എന്നും പറഞ്ഞിട്ട് അപ്പോഴും നിർത്തുന്നില്ല. അത് കഴിഞ്ഞ് അകത്തേക്ക് ഒന്ന് സാധനങ്ങൾ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴത്തേക്കും വീണ്ടും നിർത്താതെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇതുപോലുള്ള ഭാര്യ ഭർത്താക്കന്മാര് നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ കാണുന്നവർക്കുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്കും അപ്പോഴും സംസാരം. ഹീറോ ഒന്നും മിണ്ടാതെ ഇങ്ങനെ കിടക്കാണ്. അവളാണെങ്കിലോ നിർത്തുന്നില്ല, സംസാരിച്ച് അവസാനം ഹീറോ കിടന്ന് ഉറങ്ങിയിട്ട് ഇപ്പൊ അടുത്ത ദിവസം അലാറം അടിക്കുമ്പോഴത്തേക്കും ഈ ഭാര്യ തുടങ്ങും അലാറം ഓഫ് ചെയ്തിട്ട്. അങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഹീറോയെ അടുത്ത് കാണുന്നില്ല. ഓടി വെളിയിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഹീറോ അവന്റെ വാനും എടുത്തിട്ട് ഇപ്പൊ 2 കൂട്ടുകാരുണ്ട്, അവരുമായിട്ട് വെളിയിൽ എവിടെ പോകാൻ നിൽക്കുന്നു. അപ്പൊ അവള് ചോദിക്കും, അപ്പൊ എന്നെ വിട്ടിട്ട് പോകാൻ പോകണല്ലേ, ഗർഭിണിയായിട്ടുള്ള ഭാര്യ ഇവിടെ നിൽക്കുന്നു, നിങ്ങൾ കറങ്ങാൻ പോകുന്നു, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണ് ഇതെന്നെല്ലാം പറയുമ്പോൾ ഈ 2 സുഹൃത്തുക്കളും പറയും, അധിക ദൂരം ഒന്നും പോകുന്നില്ല, ഞങ്ങളിപ്പോ ഇവിടെ അടുത്തുള്ള ഒരു പുഴയിൽ പോയിട്ട് മീൻ പിടിച്ച് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എന്ന് പറയുമ്പോൾ അതിൽ പൊക്കം കുറഞ്ഞെടുത്തിട്ടുണ്ട്. അവൻ പറയും, ചേച്ചി ഇപ്പോഴൊന്നും പ്രസവിച്ചേക്കല്ലേ, ഞങ്ങൾ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് ഇവർ 3 പേരും ആ ഒരു വാനിൽ കയറിയിട്ട് ഇങ്ങനെ പോവാണ്. ഓക്കെ, അപ്പോൾ മീൻ പിടിക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യുന്നതാണെന്ന്. പക്ഷേ ഇതിലുള്ള ആർക്കും മീൻ പിടിക്കാൻ അറിയത്തില്ല. അപ്പോഴാണ് ആ നടുകിലിരിക്കുന്ന മഞ്ഞ ഷർട്ട് പറയുന്നത്, മീൻ പിടിക്കാനല്ലേ, അതൊക്കെ നമുക്ക് പഠിക്കാം, പിന്നെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാമെന്നും പറഞ്ഞ് അവർ 3 പേരും ആ ഒരു പുഴയുടെ അടുത്തേക്ക് പോകുന്നതും ഇപ്പൊ മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ഒരു കുതിര ഫാം ഉണ്ട്. അവിടേക്ക് വണ്ടിയിൽ ഒരു 3 പേരും ഒന്നിങ്ങനെ ഇറങ്ങാണ്. എന്നിട്ട് അവൻ ഇവിടെ ഉണ്ടോ ഇല്ലേ എന്നല്ല ഇങ്ങനെ അറിയാൻ വേണ്ടി ആ തൊപ്പിയിട്ട ഒരാളുണ്ടല്ലോ, അയാളാണ് ബോസ്. കൂടെ നിൽക്കുന്ന 2 പേരോട് അവനിവിടെ ഉണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ ഒരു റേഡിയോ വെച്ച് അതിൽ പാട്ടെല്ലാം ഇട്ടിട്ട് ഡാൻസ് കളിച്ച് ഇങ്ങനെ നടന്നു പോവാണ്. അപ്പൊ ഇവർക്കാണെങ്കിലും ഇത് കണ്ട് ദേഷ്യം വന്നിട്ട് ഓടിച്ചെന്ന് അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു റേഡിയോ പിടിച്ച് ഒരു ഒറ്റയേറ് അടുത്തുള്ളൊരു കിണറിലേക്ക് വന്ന് വീഴും. അപ്പൊ ഈ ഒരു തൊപ്പിയിട്ട് നിൽക്കുന്ന ആ ഒരു ബോസ് ഉണ്ടല്ലോ, ആ ഒരു ബോസിന്റെ അനിയനാണ് ഈ ഒരു തോക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. അവരുടെ 2 സഹായികളാണ് ഈ ഒരു മുടിയന്മാര്. അപ്പോൾ ആ ഒരു റേഡിയോ കയ്യിലിരുന്നവൻ ഈ ഒരു റേഡിയോ എടുക്കാൻ വേണ്ടി പതിയെ നടന്ന ആ ഒരു കിണറിനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അതിനുള്ളിടത്ത് ഒളിച്ചിരിക്കുന്നു. അപ്പൊ ഇവനെ അന്വേഷിച്ചാണ് ഇവർ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അവന്റെ മുകളിലാണ് ആ ഒരു റേഡിയോ കിടക്കുന്നത്. അപ്പൊ ആ ഒരു മുടിയൻ ഓക്കെ വാ മുകളിലേക്ക് കയറുന്നു പറഞ്ഞ് അവനെ വലിച്ചഴിച്ചോണ്ട് പോയി ഇവരുടെ മുന്നിലേക്ക് കൊണ്ട് ഇട്ട് കൊടുക്കാണ്. അപ്പോഴേക്കും ആ ഒരു ബോസ് അവനോട് പറയും, ഞങ്ങളുടെ കുതിരയും അതേപോലെ തന്നെ പണം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതേ തരാം, ഞങ്ങളുടെ മുതലാളി ഇവിടെ ഇല്ല, അവൻ അടുത്തുള്ള ആ ഒരു പുഴയിലേക്ക് പോയിരിക്കുകയാണ്,
നിങ്ങൾ എന്നെ അവിടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവനോട് പറഞ്ഞിട്ട് ഞാൻ എല്ലാം തിരിച്ചു തരാമെന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അതേസമയം നമ്മുടെ ഹീറോയും അവന്റെ കൂട്ടുകാരുണ്ടല്ലോ, ഇവര് മൂന്നുപേരും പോകുന്ന വഴിക്ക് ഈ ഒരു പെട്രോൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു ഗ്യാസ് സ്റ്റേഷന്റെ അടുത്തേക്ക് വണ്ടി നിർത്തിയിട്ട് വണ്ടിയിൽ ആ ഒരു ഗ്യാസ് ഇങ്ങനെ ഫില്ല് ചെയ്യാണ്. അങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പണം അടയ്ക്കണമല്ലോ. അപ്പൊ ഈ ഒരു ഗ്യാസ് സ്റ്റേഷന്റെ അടുത്തായിട്ട് തന്നെ ഒരു ഷോപ്പ് ഉണ്ടാവും, അവിടെയാണ് പണം അടയ്ക്കേണ്ടത്. അതിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആകെ പഴകിയിട്ട് ഒരു വല്ലാത്ത രീതിയിൽ അപ്പൊ ആ ഒരു കണ്ണാടി ഇത് കണ്ടിട്ടാണ് പറയുന്നത്, ഹേയ് ഞാനെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല, എനിക്ക് കണ്ടിട്ട് ഇത് നല്ലതായിട്ട് തോന്നുന്നില്ല, നല്ല പേടിയുണ്ടെന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും അതൊന്നും കുഴപ്പമില്ല, ഞാൻ പോയി അടച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ നടന്ന് ആ ഒരു ബില്ലടയ്ക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ആരുമില്ല. അപ്പൊ അവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നു, ദേ ഈ ഒരു വശത്തേക്കാണ് ബില്ലടയ്ക്കേണ്ടതെന്ന്. ഓക്കെ, അവിടെ പോയി അടയ്ക്കാന്ന് പറഞ്ഞിട്ട് ഹീറോ നേരെ അതിനകത്തേക്ക് കയറി ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും അതിനകത്ത് ഒരാള് എന്തോ ഒരു കാര്യം ഷേക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. കണ്ണാടി കിട്ടിട്ട് അയാൾ കാണുമ്പോൾ തന്നെ നല്ല പേടിയാവുന്നുണ്ട്. ഹീറോ അടുത്തേക്ക് ചെന്ന് എത്രയായി എന്ന് ചോദിക്കുമ്പോൾ അയാളൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഹീറോ പറയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബീർ വേണം, ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാൾ പതിയെ തല തിരിച്ച് അങ്ങോട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്. അപ്പോൾ ഹീറോ പേടിച്ച് അതിനകത്തേക്ക് ചെന്നിട്ട് ഈ ഒരു ബിയർ എടുത്ത് ഇങ്ങനെ മാറ്റിപ്പോഴത്തേക്കാണ് അപ്പുറത്തൊരു പെണ്ണ് നിൽക്കുന്നു. അയ്യോ എന്നും പറഞ്ഞിട്ട് അങ്ങ് പേടിച്ചിട്ട് ഓക്കെ ഇവിടെ സ്റ്റാഫായിരുന്നു എന്നുള്ള രീതിയിൽ ഹീറോ നേരെ തിരിച്ചു വന്ന് അയാളുടെ കയ്യിൽ പണം കൊടുക്കാനായിട്ട് എത്രയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അയാൾ അപ്പോഴും മിണ്ടാതെ ഇങ്ങനെ നിൽക്കാണ്. അപ്പോഴേക്കും അകത്ത് നിന്നുള്ള ആ ഒരു പെണ്ണുണ്ടല്ലോ, അവർ വെളിയിലേക്ക് ഇറങ്ങി വന്ന് ഇവർ രണ്ടുപേരും പേടിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ നോക്കി നിൽക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്കും ഹീറോ പണവും കൊടുത്ത് ബാക്കി വാങ്ങാതെ ആ ഒരു ബിയർ കൊണ്ട് നേരെ വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് ബാ നമുക്ക് പോവാന്ന് പറയുമ്പോൾ ആ ഒരു മുട്ടയുണ്ടല്ലോ അവൻ പറയും അല്ല ബാലൻസ് എവിടെ, അതവര് തന്നില്ല. ഓ തന്നില്ലേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മുട്ട ഓടി അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇവരെ കണ്ട് പേടിച്ചിട്ട് അവരും അതേ സ്പീഡിൽ നിന്ന് തിരിച്ചു വരികയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഇവരെല്ലാവരും വണ്ടിയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നതും ആ ഒരു കണ്ണാടിയിട്ട പെണ്ണ് അങ്ങനെ വെളിയിൽ വന്ന് നിൽക്കുന്നു. ഇതെന്തോന്ന് സൈക്കോളോ, സത്യത്തിൽ കാണുന്നത് നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതേസമയം ഇവിടെ ആ ഒരു ബോസും ടീമും ഉണ്ടല്ലോ, ഇവർ ഈ വണ്ടിയില് ആ ഒരു പുഴയുടെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ്. വണ്ടിയിൽ പോകുമ്പോഴത്തേക്കാണ് ആ ഒരു ബോസിന്റെ അനിയൻ വെള്ളം കുടിച്ച് കുപ്പിയെടുത്ത് വലിച്ചെറിയാനായിട്ട് വരുമ്പോഴത്തേക്ക് ആ ഒരു ബോസ് പറയും ഹേയ് വെളിയിലൊന്നും എറിയരുത്, മലിനീകരണം നമുക്ക് തടയണ്ടേ എന്നെല്ലാം പറയുമ്പോൾ ഓക്കെ ഇതൊരു നല്ല കാര്യമാണ്, അതുകൊണ്ട് എല്ലാവരും അത് ഫോളോ ചെയ്തേക്കാം. ഇത് കാണുന്ന കൊച്ചു കൂട്ടുകാരുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക് മറ്റു കാര്യങ്ങളൊന്നും റോഡിലോ പരിസരത്തോ എവിടെയും വലിച്ചെറിയാതിരിക്കുക, അതെവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ച് അതിൻ്റെതായിട്ടുള്ള ആളുകൾ വന്ന് എടുത്തോണ്ട് പോയിക്കോളും. അങ്ങനെ ഇവർ വണ്ടിയിൽ പോകുമ്പോഴത്തേക്കും ആ ഒരു ബോസിന്റെ സഹോദരൻ ഉണ്ടല്ലോ, അവൻ പുറകിലിരിക്കുന്ന ആ ഒരു മുടിയനോട് പറയും അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവന് ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോൾ ആ ഒരു മുടിയൻ പറയും ഇല്ലില്ല നിങ്ങളെ കൊണ്ടൊന്നും കൊല്ലാൻ കഴിയത്തില്ല, അതിനുള്ള ധൈര്യം നിനക്കില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു ബോസിന്റെ സഹോദരൻ പറയും ഇല്ലില്ല എനിക്കത് കഴിയുമെന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ആരാണ് കൊല്ലുന്നതെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കാണ്. കാണിക്കുമ്പോൾ ആ കൊണ്ടുപോകുന്നുണ്ടല്ലോ ഇതെല്ലാം കേട്ട് പേടിച്ചിങ്ങനെ കിടക്കുന്നു മിണ്ടാൻ കഴിയാതെ പാവം. അപ്പൊ ഇവരുടെ കൂട്ടത്തിൽ വേറൊരുത്തുണ്ട്, അവനാണെങ്കിൽ ഏത് സമയവും ഉറക്കമാണ്. അത് വേറെ ആരും നേരത്തെ ആ ഒരു റേഡിയോ പിടിച്ചോണ്ട് പോയല്ലോ അവനാണ്. അങ്ങനെ ഇവിടെ നമ്മുടെ ഹീറോയെ സുഹൃത്തുക്കളെ കാണിക്കുമ്പോഴത്തേക്കാണ് ഇവര് പോകുന്ന വഴിക്ക് ആ ഒരു മുട്ടയുണ്ടല്ലോ അവൻ ഈ ഒരു വണ്ടിക്കകത്തിരുന്ന് മൂത്രമൊഴിക്കുന്നു, അതൊരു കുപ്പിയില്. ബാക്കി രണ്ടുപേരും ശ്രദ്ധിക്കുന്നില്ല. ഇവൻ അനങ്ങാതിരുന്ന് കാര്യം സാധിച്ചതിന് ശേഷം ആ ഒരു കണ്ണാടി ഇത് കണ്ടിട്ട് എടാ നീ എന്താ കാണിക്കുന്നത്, പറഞ്ഞാൽ പോലായിരുന്നു എവിടെയെങ്കിലും നിർത്തായിരുന്നല്ലോ പറയുമ്പോൾ ഏയ് അതൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞ് ആ ഒരു കുപ്പിയെടുത്ത് കാണിക്കുമ്പോൾ കണ്ണാടി പറയും ഈ വശത്തോടെ എറിയരുത് അപ്പുറത്തേക്ക് എറിയാൻ പറയുന്നതും ഇവനെടുത്തൊരു ഒറ്റ ഏറ്. പക്ഷേ ആ ഒരു ഭാഗത്തെ ഡോറിലെ ഗ്ലാസ് ഉണ്ടല്ലോ അത് അടച്ചിട്ടേക്കുമായിരുന്നു. ഇപ്പൊ ഈ ഒരു കുപ്പി ഉൾപ്പെടെ വണ്ടിക്കകത്തേക്ക് ഒന്ന് വീഴുന്നതും അതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് എറിഞ്ഞ അവസാനം എങ്ങനെയും വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തൊരു ഒറ്റ ഏറ്. അവിടെയാണ് മറ്റൊരു കാര്യം, ഈ ഒരു കുപ്പി നേരെ തെറിച്ചു വന്ന് വീഴുന്നത് നമ്മുടെ ആ ഒരു ഗുണ്ടകളുണ്ടല്ലോ അവര് പോകുന്ന വണ്ടിയുടെ മുന്നിലേക്കാണ്. അതുകൊണ്ട് മുന്നിലുള്ള ഒന്നും കാണാൻ കഴിയാതെ ഇവര് വണ്ടി അവിടെ നിർത്തിയിട്ട് ചേടാ ഇതാരാന്നും പറഞ്ഞ് ഇറങ്ങി ആ ഒരു വണ്ടിയുടെ മുന്നിലേക്ക് എല്ലാം വന്ന് നോക്കുകയാണ്. ഇതെന്താന്ന് പറഞ്ഞിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇവർക്ക് അറിയാൻ കഴിയുന്നില്ല അതെന്താണെന്ന്. അപ്പോഴാണ് ഈ ഒരു വണ്ടിയുടെ സൈഡിലായിട്ട് രക്തം പറ്റിയിരിക്കുന്നു, കാരണം ഇവര് വേറെ എന്തോ കൊണ്ട് ഇടിച്ചിട്ടുണ്ട്. അപ്പൊ അതിലുള്ള ആ ഒരു മുടിയനിങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് അടുത്തുള്ള ആ ഒരു വയലില് ഒരു നായ ഇങ്ങനെ കിടക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചത് ആ ഒരു നായനാണ്. അങ്ങനെ ഇത് കണ്ട് എല്ലാവരും അവിടേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു അനിയനുണ്ടല്ലോ അതുകൊണ്ട് അവൻ പെട്ടെന്ന് ആ ഒരു നായനെ ഷൂട്ട് ചെയ്തും കൊല്ലും. അപ്പൊ ആ ഒരു ബോസ് ചോദിക്കും നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ചേട്ടാ അത് എന്തായാലും മരിക്കാനുള്ളതല്ലേ, അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പാവ ആ ഒരു നായനെ അവിടെ വെച്ച് കൊന്നിട്ട് ഇവരെല്ലാവരും അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അങ്ങനെ വണ്ടി എടുത്തിട്ട് പോകുമ്പോഴത്തേക്കാണ് ഈ വയലിന്റെ മറ്റൊരു ഭാഗത്ത് ആരോ ഒരാളിങ്ങനെ നിൽക്കുന്നു. അയാളുടെ മുഖം നല്ലതുപോലെ കാണുന്നില്ല. കാണിക്കുമ്പോഴത്തേക്കും വേറെ ഒന്നുമല്ല, സത്യത്തില് ഈ ഒരു നായ ഉണ്ടല്ലോ അത് ഇയാളുടെ നായായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം കണ്ട് അയാൾ നേരെ ആ ഒരു നായയുടെ അടുത്തേക്ക് വന്നിട്ട് പിന്നീട് കാണിക്കുമ്പോഴത്തേക്കും അയാൾ കൈകൊണ്ട് തന്നെ ഈ ഒരു മണ്ണെല്ലാം മാന്തി വലിയൊരു കുഴിയെടുത്ത് ആ ഒരു നായനെ അവിടെ മൂടിയിരുന്നു. പിന്നീടാണ് കാണിക്കുമ്പോഴത്തേക്കും അയാളുടെ ഒരു കണ്ണിന്റെ ഭാഗം മുഴുവനായിട്ടും എന്തോ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ്. കണ്ടിട്ട് തന്നെ ഒരു സൈക്കോയെ പോലെ തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും അയാൾ പ്രതികാരം ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കാണ്. അപ്പോഴേക്കും ഇവിടെ നമ്മുടെ ഹീറോയും ഫ്രണ്ട്സും അവർ ആ ഒരു പുഴയുടെ അടുത്തേക്ക് വന്നിട്ട് ഈ ഒരു പുഴയിലൂടെ പോകാൻ വേണ്ടി ഒരു എയർ ബോട്ട് ഉണ്ട്, അതിന്റെ കാറ്റിൽ അതിനെ നിറച്ച്. അപ്പോഴേക്കാണ് ഇവിടെ ആ ഒരു ബോസും ടീമും ആ ഒരു ഫാമിൽ നിന്ന് പിടിച്ച ആളെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഓക്കെ അവൻ എവിടെയാണെന്ന് ഇങ്ങനെ ചോദിക്കാൻ പറയുന്നതും അയാൾ പറയും അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നെന്നും പറഞ്ഞ് അവന്റെ പേര് വിളിച്ചിട്ട് എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. പക്ഷെ ആരും അവിടെ നിന്ന് വരുന്നില്ല. അങ്ങനെ എല്ലാവരും ചുറ്റിനും നോക്കുമ്പോഴത്തേക്കാണ് ഇയാള് ഇവരുടെ പുറകിലേക്ക് നോക്കിയിട്ട് ദേ അവൻ ദേ അവിടെ നിന്ന് വരുന്നു എന്നും പറഞ്ഞിങ്ങനെ ചിരിക്കുമ്പോഴത്തേക്കും
ഇവർ നാലുപേരും പുറകിലേക്ക് നോക്കുമ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. എങ്ങനെയാന്നല്ലേ, കാലും കൈയും കെട്ടി വെച്ചേക്കാണ്. എന്നിട്ട് ചാടി ചാടി ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ആ ഒരു ബോസിന്റെ അനിയൻ പതിയെ ഒരു കല്ലെടുത്ത് തലയിലേക്ക് ഒരു ഒറ്റയേറ് എറി കൊള്ളുന്നതും അയാളുടെ ബോധം പോയി നേരെ താഴേക്ക് വന്ന് വീഴുന്നു. അപ്പൊ എന്തായാലും അവൻ ഇവർ കൊല്ലാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഹീറോയും സുഹൃത്തുക്കളും ആ ഒരു ബോട്ടിലെ നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ ആ ഒരു കണ്ണാടിയും പോകുന്നു. പുറകിലത്തെ ബോട്ടിലെ മുട്ടയും. അങ്ങനെ ഇവർ പോകുമ്പോഴത്തേക്കാണ് ആ ഒരു കണ്ണാടി ഓക്കെ ഇപ്പൊ എങ്ങനെയാണ് ചൂണ്ട എറിയേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആ ഒരു ചൂണ്ട എടുത്ത് ഇങ്ങനെ എറിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയുടെ പ്യാന്റ് ഉണ്ടല്ലോ അതും വലിച്ചു കീറിക്കൊണ്ടങ്ങ് പോകും. അപ്പോൾ ഹീറോ പറയും, എടാ നീ എന്തായി ചെയ്യുന്നത്, എന്റെ പ്യാന്റ് പോയി എന്ന് പറയുമ്പോഴത്തേക്കാണ് ആ ഒരു മുട്ട ഇത് കണ്ട് ചിരിച്ചിട്ട് അങ്ങനെയല്ലേ ഇങ്ങനെയാണെന്നും പറഞ്ഞ് അവൻ ആ ഒരു ചൂണ്ട എടുത്ത് എറിയുന്നതും പോകുന്നില്ല. എന്താണെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ കണ്ണാടിയുടെ ചെവിയിൽ ആ ഒരു ചൂണ്ട കുരുങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇത് മുട്ട കാണുന്നില്ല. അപ്പൊ കണ്ണാടി പറയും, എടാ അടങ്ങിയിരിക്കും, വലിക്കരുതെന്ന് പറയുമ്പോൾ ഇവൻ പിടിച്ചിട്ട് ഒറ്റ വലി ആ ഒരു ചെവിയുടെ അത്രയും ഭാഗമുണ്ടല്ലോ കീറി അങ്ങ് പോവും. കണ്ണാടിയാണെങ്കിൽ രക്തം വരുന്നത് കാണുന്നതും അലറി വിളിക്കാൻ തുടങ്ങും. അങ്ങനെ ഇവന്റെ ചെവി വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട് ഇവർ ആ ഒരു ബോട്ടിലൂടെ തന്നെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും കരയിലെ നമ്മുടെ ആ ഒരു ബോസും ടീമും ഉണ്ടല്ലോ അവർ കൊണ്ടുവന്ന ആ ഒരാളെ കൊല്ലാൻ വേണ്ടി ഒരു കുഴി എടുത്തിട്ട് അതിന്റെ കരയിൽ അയാളെ ഇരുത്തി കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്ക് അയാൾ തോക്കില് തല ഇങ്ങനെ വെച്ചിട്ട് പറയുന്നുണ്ട്, ഇപ്പൊ തന്നെ ഷൂട്ട് ചെയ്യാൻ എനിക്ക് വേറെ വഴിയില്ല. ഷൂട്ട് ചെയ്യാനായിട്ട് പറയുമ്പോൾ ആ ബോസിന്റെ അനിയനാണെങ്കിൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ ഒരാളെ കൊല്ലാനായിട്ട് പേടിയാണെന്ന്. അതുകൊണ്ട് തന്നെ അവൻ പേടിച്ച് ആ ഒരു ട്രിഗറിൽ കൈ വെച്ചിങ്ങനെ നിൽക്കാണ്. അപ്പോഴാണ് അയാൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പുഴയിലൂടെ അവര് മൂന്നുപേരും ഇങ്ങനെ ബോട്ടിൽ പോകുന്നത് കണ്ടിട്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ അലറി വിളിക്കുമ്പോൾ ആ ബോസിന്റെ സഹോദരൻ പേടിച്ചറിയാതെ തല അങ്ങ് ഷൂട്ട് ചെയ്ത് തകർക്കും. അയാൾ മരിച്ച നേരെ കുഴിയിലേക്ക് വന്ന് വീഴുന്നു. ഇവർ മൂന്നുപേരും നോക്കുന്നത് ആ ഒരു കാര്യം കാണുകയും ചെയ്തു. അപ്പോഴേക്കാണ് ആ ഒരു തൊപ്പിക്കാരൻ ബോസ് ഇവരെ നോക്കി ചിരിച്ചിട്ട്, ഹേയ് സുഹൃത്തുക്കളെ എങ്ങനെയുണ്ട്, മീനൊക്കെ കിട്ടിയോ, നല്ലതുപോലെ പോകുന്നുണ്ടോ, ഒന്ന് കരയിലേക്ക് വരാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുന്നത് നമ്മുടെ ഹീറോ പറയും, അതെ നമ്മളൊന്നും കണ്ടില്ല, അങ്ങനെ തന്നെ പൊയ്ക്കോന്നും പറഞ്ഞിട്ട് ഈ ഒരു ബോട്ട് അങ്ങനെ തുഴഞ്ഞൊഴിഞ്ഞു പോവാണ്. അപ്പൊ കൂടെയുള്ള രണ്ടുപേരോട് ബോസ് പറയും അവരെ പോയി പിടിച്ചോണ്ട് വരാൻ പറയുന്നതും ഇവര് കരയിലൂടെ ഓടുമ്പോൾ അവർ ആ ഒരു ബോട്ട് കൊണ്ട് വെള്ളത്തിലൂടെ പെട്ടെന്ന് ഇങ്ങനെ തുഴഞ്ഞു പോകുന്നു കഴിയുന്നില്ല. എന്നിട്ട് ഇവർ പറയുന്നുണ്ട്, അതെ ഞങ്ങളൊന്നും കണ്ടില്ല, ഞങ്ങളെ വെറുതെ വിടണമെന്ന് പറയുന്നതും ഇവർ കേൾക്കുന്നില്ല. മര്യാദയ്ക്ക് കരയിലേക്ക് കയറി വരാൻ പറഞ്ഞ് ഇവരുടെ പുറകെ തന്നെ പോവാണ്. അപ്പോഴേക്കും ആ ഒരു തോക്കും കൊണ്ട് ഓടുന്ന സഹോദരൻ ഉണ്ടല്ലോ അവൻ വീണ്ടും ഇവരെ ഷൂട്ട് ചെയ്യാണ്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് കാല് തെറ്റി താഴേക്ക് ഒന്ന് വീഴുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ബുള്ളറ്റ് ഒന്ന് കൊള്ളുന്നത് ഇവരുടെ ആ ഒരു ബോട്ടില്. അതാണെങ്കിൽ പതിയെ മുങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവർക്ക് വേറെ വഴിയില്ലല്ലോ. എന്നിരുന്നാലും തുഴഞ്ഞ് അവസാനം ഓക്കെ നമുക്ക് കരയിലേക്ക് കയറാമെന്ന് പറഞ്ഞ് മൂന്നുപേരും വെള്ളത്തിലേക്ക് ചാടിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഈ ഒരു കരയുടെ മറ്റൊരു വശത്തേക്ക് ഓടി വന്നിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് മുന്നിൽ ആ ഒരു ബോസ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ അയാൾ പറയും മര്യാദയ്ക്ക് എന്റെ അടുത്തേക്ക് വന്നു എന്ന് പറയുമ്പോൾ ഇവര് മൂന്നുപേര് പേടിച്ചിക്കല്ലേ. അപ്പൊ അതിൽ ആ ഒരു മുട്ടയുണ്ടല്ലോ അവൻ ഈ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിലെങ്ങാണ്ടാണ് വർക്ക് ചെയ്യുന്നത്. ഹീറോ പറയും, എടാ നീ പോലീസല്ലേ പോയി പറയാൻ പറയുമ്പോൾ മുട്ട ഓക്കെ ശരിയാണല്ലോ ഞാൻ പോയി സംസാരിക്കാന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്തത് വലിയൊരു കുറ്റമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും പോലീസ് സെർച്ച് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതും മുട്ടയുടെ മൂക്കിന് നോക്കി ഒരു ഒറ്റ ഇടി കൊണ്ട് മുട്ട തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഹീറോ നിങ്ങൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുന്നതും ഹീറോയുടെ മൂക്കിന് ഒരു ഒറ്റ ഇടി. അത് കഴിഞ്ഞ് ആ ഒരു കണ്ണാടി ഉണ്ടല്ലോ അവൻ മുന്നിലേക്ക് വരുമ്പോൾ അവന്റെ മൂക്കിന് നോക്കിയും ഒരിടി. അങ്ങനെ ഇവര് മൂന്നുപേരും ഇടിയും കൊണ്ടിട്ട് തിരിഞ്ഞു നോക്കുന്നു. അപ്പോ ബോസ് നിങ്ങൾ എന്താ നോക്കുന്നതെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു മുട്ടത്തലയെ സൈക്കോ ഉണ്ടല്ലോ അയാൾ അവിടെ വന്ന് നിൽക്കുന്നു. കാരണം അയാളുടെ നായെ കൊന്നത് ഇവരായതുകൊണ്ട് ഈ ഒരു ബോസിനെ കൊല്ലാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഈ ഒരു ബോസ് ആരാടാ നീ എന്താ അവിടെ നിൽക്കുന്നേ എന്നും പറഞ്ഞിട്ട് പതി അയാളുടെ അടുത്തേക്ക് നടന്നു എന്ന് സംസാരിക്കുന്നതും ആ സൈക്കോ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു കമ്പെടുത്ത് ഈ ഒരു ബോസിന്റെ കണ്ണിലേക്ക് കുത്തിയങ്ങിറക്കും. അയാൾ തിരിഞ്ഞു നോക്കിയിട്ട് അലറി വിളിക്കുന്നതും നമ്മുടെ ഹീറോയിൻ ടീമും അവിടെ നിന്ന് വീണ്ടും ഓടുകയാണ്. അപ്പോഴേക്കും ആ ഒരു സൈക്കോ എന്താ ചെയ്യുന്ന വെച്ചാല് ആ ഒരു ബോസിന്റെ മറ്റേ കണ്ണുകൂടി കുത്തിപ്പൊട്ടിച്ച് അയാൾ എവിടെ വെച്ചങ്ങ് കൊല്ലുന്നു, അത് കൊടൂരായിട്ട്. അങ്ങനെ ഇയാള് അലറി വിളിക്കുന്ന ആ ഒരു ശബ്ദം കേട്ട് അയാളുടെ കൂടെയുള്ള മൂന്നുപേരുണ്ടല്ലോ അവര് മൂന്നുപേരും ഓടി ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്കും അതിനു മുന്നേ തന്നെ നമ്മുടെ ഹീറോയിൻ ടീം അവിടെ നിന്ന് ഓടിപ്പോകുന്നത് ഇവർ കാണുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ആ ഒരു മുട്ട സൈക്കോ എന്നെ ഇവിടെ കാണുന്നില്ല. അപ്പൊ ഇവര് വിചാരിക്കും നമ്മുടെ ഹീറോയിൻ ടീമാണ് ഈ ഒരു കാര്യം ചെയ്തതെന്നും പറഞ്ഞ് ആ ഒരു സഹോദരനെ അത്രയും ദേഷ്യം കാരണം തന്റെ ചേട്ടനല്ലോ കൊന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതിലുള്ള ഒരു മുടിയനെ അവരുടെ കാറിനടുത്തേക്ക് പറഞ്ഞോട് കാരണം തന്റെ ചേട്ടന്റെ ശരീരം എടുത്തോട്ട് പോകാനായിട്ട്. എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു മുടിയനുണ്ടല്ലോ അവരാണെങ്കിൽ ഈ ഒരു മരണങ്ങളെല്ലാം കാണുമ്പോൾ ബോധം കിട്ട അപ്പൊ താഴെ വീഴും. അവനെ വിളിച്ചിങ്ങനെ പോവാണ്. അതുപോലെ നമ്മുടെ ഹീറോയുടെ മോതിരം താഴെ വീണിരുന്നു ഈ ഒരു സമയത്ത്, അതും എടുത്ത് അവൻ കയ്യിലിടുന്നുണ്ട്. അങ്ങനെ അയാൾ നേരെ കാറിനടുത്തേക്ക് ഓടിച്ചെന്നിട്ട് ആ ഒരു കാറിൽ നിന്ന് ഈ ഒരു കുതിരയുണ്ട് ആ ഒരു കുതിരയെ പതിയെ വെളിയിലേക്ക് ഇറക്കി വിട്ട് അയാൾ കാർ കൊണ്ട് അവിടെ നിന്ന് പോവാണ്. ഇവിടെ നമ്മുടെ ഹീറോയിൻ ടീമും കുറേ ദൂരം ഓടി അവസാനം ക്ഷീണിച്ചിട്ട് ഒരിടത്തേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ പുറകെ വന്ന്, അല്ല നമുക്ക് എന്തായാലും ആവശ്യത്തിലേക്ക് തിരിച്ചു പോവാം. അപ്പൊ ഇവര് രണ്ടുപേരും ചോദിക്കും എന്ത് പറ്റി, ഇല്ല എന്റെ വിവാഹ മോതിരം അതവിടെ ഊരി വീണെന്ന് പറയുമ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് എടുക്കാം. ഇല്ലില്ല ഇതില്ലാതെ ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്റെ ഭാര്യ എന്നെ കൊല്ലും, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാന്ന് പറയുമ്പോൾ ഈ ഒരു സുഹൃത്തുക്കള് അതിനൊന്നും ഇപ്പൊ സമയമില്ല നമുക്ക് രക്ഷപ്പെട്ട് പോവാന്ന് പറഞ്ഞ് ഇവര് മൂന്നുപേരും ഓടി ആ ഒരു കാറിനടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് അതിനു മുന്നേ തന്നെ ആ ഒരു സഹോദരനും ഇതിലുള്ള ആ ഒരു മുടിയനുണ്ടല്ലോ ഇവർ രണ്ടുപേരും അവരുടെ കാറിനടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ പരിശോധിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ടീമും അവിടെ ഒളിച്ചിരുന്നിട്ട് നമുക്ക് മുന്നേ തന്നെ അവർ വന്നു, അതുകൊണ്ട് എന്തായാലും ഇവിടെ നിൽക്കണ്ട, നമുക്ക് മൂന്നുപേർക്കും പതിയെ പുറകിലേക്ക് പോവാന്ന് പറഞ്ഞ് ഇവർ മൂന്നുപേരും മറ്റൊരു വഴി ഇങ്ങനെ പോവാണ്. അങ്ങനെ ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും ഇവരുടെ കൂട്ടത്തിലുള്ള മറ്റൊരു മുടിയൻ ആ ഒരു വണ്ടി എടുക്കാൻ വേണ്ടി വണ്ടിയുടെ അടുത്തേക്ക് വന്നിട്ട്
വണ്ടിയുടെ അടുത്ത് വരുമ്പോഴത്തേക്കും ആ ഒരു മൊട്ടത്തലയൻ സൈക്കോ ഉണ്ടല്ലോ, അവൻ കുറച്ച് ദൂരെയായിട്ട് നിൽക്കുന്നു. പക്ഷെ ഇവൻ അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഇവൻ പറയും ഇതാരാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്ത് പോകാനായിട്ട് വരുമ്പോൾ ആ ഒരു സൈക്കോ ഓടി വന്ന് ഈ ഒരു വണ്ടിയിലേക്ക് ചാടി കയറി ഇരുന്നിട്ട് അത് ഇടിച്ചെങ്ങനെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ ഒരു മുടിയൻ പേടിച്ചിട്ട് വണ്ടി അങ്ങനെ ഓടിച്ചുകൊണ്ട് വന്നൊരു ഒറ്റ തിരിപ്പ് നമ്മുടെ മൊട്ട സൈക്കോ തെറിച്ച് താഴേക്കൊന്ന് വീഴും. എന്നിട്ട് അങ്ങനെ റിവേഴ്സ് എടുത്ത് പുറകിലേക്ക് പോയി നിന്നിട്ടാണ് ഇപ്പൊ വാടാ മൊട്ട, നിന്നെ ഇന്ന് ഞാൻ ഇടിച്ച് കൊല്ലുമെന്നും പറഞ്ഞ് ഇയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും മൊട്ട അവിടെ തന്നെ ഇങ്ങനെ നിൽക്കാണ്. അപ്പോഴേക്കാണ് ഇവൻ ഓക്കെ ദാ വരുന്നെന്ന് പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ചേട്ടാ ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നിലേക്ക് വന്ന് വണ്ടി അങ്ങ് ഓഫായി പോയി. എന്നിട്ട് പതിയെ ആ ഒരു മുട്ടയുടെ മുന്നിലേക്ക് വന്നിങ്ങനെ നിർത്തുന്നതും മുടിയന്റെ കാര്യം അവിടെ വെച്ച് തന്നെ അവസാനിച്ചു. വേറെ ഒന്നുമല്ല, മുട്ട പതിയെ കാറിനകത്തേക്ക് കയറിയിട്ട് നമ്മുടെ മുടിയനെ അവിടെ വെച്ച് കൊന്ന് അത് കഴിഞ്ഞിട്ട് ആ ഒരു കാറിൽ നിന്ന് ഇറങ്ങി പോകുന്നു. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ ടീമും ഇവർ ഈ ഒരു കാര്യം കണ്ട് ഈ ഒരു കാറിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അതിന്റെ ഡോർ തുറന്ന് നോക്കുമ്പോൾ ആ ഒരു മുടിയന്റെ ദേഹം മുഴുവനായിട്ട് എന്തൊക്കെയോ കുത്തി വെച്ചേക്കുന്നു. അതുപോലെ ഇവരെ നോക്കി നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെ മുടിയന്റെ തല മുറിഞ്ഞങ്ങ് താഴേക്കൊന്ന് വീഴാണ്. ഇതും കൂടി കണ്ട് ഇവർ 3 പേരും ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്നും പറഞ്ഞിട്ട് എല്ലാവരും പേടിച്ചു നിൽക്കുമ്പോൾ ആരോ ഷൂട്ട് ചെയ്യുന്ന ശബ്ദം വേറെ ആരുമല്ല, ആ ഒരു ബോസിന്റെ സഹോദരനാണ്. അവൻ ഓടി വരുന്നതും ഇവർ 3 പേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അപ്പൊ അവന്റെ കൂടെയുള്ള ആ ഒരു മുടിയുണ്ടല്ലോ, അവൻ ഓടി വന്ന് ഈ ഒരു കാറിലെ കാര്യം കാണുമ്പോൾ തന്നെ അവന്റെ ബോധം പോയി താഴെ വീണു. നമ്മുടെ സഹോദരൻ ഓടി വന്നിട്ട് എന്താണെന്ന് നോക്കുമ്പോൾ ഇവൻ മരിച്ചിരിക്കുന്നു. അപ്പൊ അവൻ വിചാരിക്കുന്നത് എന്താണ്, ഇതും ചെയ്തത് നമ്മുടെ ഹീറോയിൻ ടീമാണെന്നാണ്. അങ്ങനെ നമ്മുടെ ഹീറോയും അവന്റെ സുഹൃത്തുക്കളും അടുത്തുള്ള ആ ഒരു കാടിനകത്തേക്ക് ഓടി കയറുമ്പോഴത്തേക്കും ഹീറോയെ അവന്റെ ഭാര്യ വിളിക്കുകയാണ്. എടുത്ത് സംസാരിക്കുമ്പോൾ അവൾ പറയുന്നത് നിങ്ങൾ എവിടെയാ മനുഷ്യ, പെട്ടെന്ന് വാ, ഞാനിപ്പോ പ്രസവിക്കാൻ പോവാണ്. ഇത്രയും നല്ലൊരു സമയത്ത് നിങ്ങൾ വീട്ടിലില്ല എന്ന് പറഞ്ഞിട്ട് അവനെ തെറിവിളിയോട് തെറിവിളി. അപ്പൊ ഇത് കേട്ട ഹീറോ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് അവരുടെ സുഹൃത്തുക്കളോട് പറയും ഓക്കെ നമുക്ക് എന്തായാലും എന്റെ വീട്ടിലേക്ക് പോയാലോ, അവള് പ്രസവിക്കാൻ കിടക്കാണെന്ന് പറയുമ്പോൾ ആ ഒരു മൊട്ട സുഹൃത്ത് പറയും നീ ഫോൺ എടുത്തതെന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പോൾ പോലീസിനെ വിളിക്കും. പോലീസിനെ വിളിച്ചിട്ടാണ് സാർ ഞങ്ങളെ കുറച്ചുപേര് കൊല്ലാൻ വരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണമെന്ന് പറയുമ്പോൾ ആ ഒരു സ്റ്റേഷനിൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോലീസുകാരും ഇവിടെ ഇല്ല, എന്തോ വലിയൊരു പ്രോഗ്രാം നടക്കുന്നത് കൊണ്ട് എല്ലാവരും അവിടേക്ക് പോയിരിക്കുകയാണ്, അതുകൊണ്ട് ഇപ്പൊ ആരും അവിടേക്ക് വരത്തില്ല എന്ന് പറയുന്നതും ഇവർ പെട്ടുപോയി. അപ്പോൾ നമ്മുടെ ഹീറോ പറയും ഇല്ലില്ല നമുക്ക് ആദ്യം എന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകാന്ന് പറയുമ്പോൾ ഈ ഒരു മൊട്ട സുഹൃത്ത് പറയും അതിനെക്കാട്ടി പ്രധാനം ഇവിടെ നമ്മൾ മരിക്കാതിരിക്കുന്നതാണെന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് വഴക്കുണ്ടാക്കി. അവസാനം നമ്മുടെ ഹീറോ പറയും നീയൊക്കെ എങ്ങോട്ടെങ്കിലും പോയിക്കോ, ഞാൻ ഒറ്റയ്ക്ക് പോകുന്നെന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് ഒറ്റയ്ക്ക് നടന്നു പോവാണ്. അങ്ങനെ അവിടെ നിന്നും കുറെ ദൂരം നടന്ന് ഇപ്പൊ അടുത്തൊരു വീട് എവിടെ കണ്ടു. അത് കാണുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയ്ക്ക് സമാധാനമാവുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവന്റെ തലയുടെ പുറകിൽ ആരോ ഒരു കമ്പ് കൊണ്ടുവന്നൊരു ഒറ്റയടി കൊണ്ട് ഹീറോ താഴെ വീഴുന്നതും അവനെ വലിച്ചെടുത്തോണ്ട് പോവാണ്. ഇവിടെ നമ്മുടെ മൊട്ടയും ആ ഒരു കണ്ണാടി ഉണ്ടല്ലോ, ഇവര് രണ്ടുപേരും തിരിച്ച് സംസാരിച്ച് നടന്നു വരുമ്പോഴത്തേക്കും ഇവർ പറയുന്നുണ്ട് അവനെ പോലെ നമ്മൾ രണ്ടുപേരും വഴക്കുണ്ടാക്കരുത്, ഓക്കെ അല്ലേ എന്നെല്ലാം പറഞ്ഞ് ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ നടന്നു പോകുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോ ഇപ്പോൾ ഉള്ളത് ഏതൊരു വീടിനകത്താണ്. അതുമല്ല അവനെ ഒരു കസേരയിലിനെ കെട്ടിയിട്ടേക്കുന്നു ഒരു പുതു മണവാളനെ പോലെ. അതുപോലെ മണവാട്ടിയെ പോലെ ഡ്രസ്സെല്ലാം ചെയ്തിട്ട് വേറൊരു പെണ്ണ് അവിടെ നിൽപ്പുണ്ട്. അപ്പോഴേക്കാണ് ആ ഒരു ഗ്യാസ് സ്റ്റേഷനിലുള്ള ഒരു അപ്പൂപ്പനുണ്ടല്ലോ, അയാൾ ഹീറോയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഹീറോ ചോദിക്കും അല്ല നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്, എന്നെ എന്തിനെ കെട്ടിയിട്ടേക്കെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു അപ്പൂപ്പൻ പറയുന്നത് എന്റെ കൊച്ചുമോൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതുമല്ല അവൾക്കാണെങ്കിൽ ഇതുവരെയും ഒരു ബോയ് ഫ്രണ്ട് ഇല്ല, അതുകൊണ്ട് എന്റെ കൊച്ചുമോളെ നീ കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോഴത്തേക്കാണ് ആ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ഇയാളുടെ ആ ഒരു കൊച്ചുമോളുണ്ടല്ലോ വേറൊരു കണ്ണാടിയിട്ട പെണ്ണ്, അവളായിരുന്നു അത്. ഇത് 2 സൈക്കോകളാണ്. അതുകൊണ്ട് നമ്മുടെ ഹീറോയെ അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞിട്ട് ഹീറോയെ വലിച്ച് അവളുടെ റൂമിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകണം. ഹീറോ പറയുന്നുണ്ട് എന്നെ വിടെന്ന് പറയുന്നുണ്ടെങ്കിലും അവനെ വലിച്ചെടുത്ത് ആ ഒരു റൂമിനകത്തേക്ക് കൊണ്ടുപോകുന്നതും ഈ ഒരു അപ്പൂപ്പൻ വെളിയിൽ ആ ഒരു ഡോറിലൂടെ അകത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അങ്ങനെ ഇവിടെ ഈ ഒരു കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴത്തേക്കും മറ്റൊരിടത്ത് നമ്മുടെ മൊട്ടയും കണ്ണാടിയും നടന്ന് ഇപ്പോൾ ഇവര് വേറെ ഏതൊരു വീടിനടുത്തേക്ക് വന്നു. അപ്പോൾ നമ്മുടെ മൊട്ട പറയും ബാ നമുക്ക് ഈ ഒരു വീടിനകത്തേക്ക് പോയിട്ട് സഹായം ചോദിക്കാന്ന് പറയുമ്പോൾ കണ്ണാടി പറയും ഇപ്പൊ നമുക്ക് പോണോ, കാരണം നീ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇതുപോലെയുള്ള സമയത്ത് നമ്മൾ ചെന്ന് കയറുന്നത് എന്തായാലും ഒരു സൈക്കോടെ വീട്ടിലായിരിക്കും എന്ന് പറയുമ്പോൾ മൊട്ട പറയും അതൊക്കെ സിനിമയിലല്ലേ നീ വാന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരും അതിനകത്തേക്ക് കയറി പോവും. അങ്ങനെ ഇവിടെ ആ ഒരു ബോസിന്റെ സഹോദരനും അതേപോലെ തന്നെ അവന്റെ കൂടെയുള്ള ആ ഒരു മുടിയനും ഇവര് രണ്ടുപേരും ഇപ്പോൾ നടന്ന് നമ്മുടെ ഹീറോയെ പിടിച്ചോണ്ട് പോയിട്ടുണ്ടല്ലോ അവരുടെ വീട്ടിലേക്കാണ് വരുന്നത്. രണ്ടുപേരും ഡോർ തുറന്ന് നോക്കുമ്പോൾ റൂമിനകത്ത് നമ്മുടെ ഹീറോ കിടന്ന് കരയുന്ന ശബ്ദം. വെളിയിൽ ആ ഒരു അപ്പൂപ്പൻ ഡോറിൽ നോക്കി തന്നെ നിൽക്കുന്നു. അപ്പൊ ഇവര് രണ്ടുപേരും പെട്ടെന്ന് ആ ഒരു തോക്കെടുത്ത് അപ്പൂപ്പനെ കാണിക്കുമ്പോൾ അപ്പൂപ്പൻ തിരിഞ്ഞു നോക്കിയിട്ട് നിങ്ങളിവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഓടി വരുന്നതും അപ്പൂപ്പനെ ഷൂട്ട് ചെയ്ത് കൊടുക്കും. ആ ഒരു തോക്ക് വെച്ച് അപ്പൂപ്പനെ ഷൂട്ട് ചെയ്യുന്നതും അപ്പൂപ്പൻ ഡോറും പൊളിഞ്ഞ് ആ ഒരു റൂമിനകത്തേക്ക് ഒന്ന് വീഴാണ്. അപ്പോഴേക്കാണ് ആ ഒരു പെണ്ണ് അപ്പൂപ്പനെ കണ്ട് അപ്പൂപ്പാന്ന് പറഞ്ഞ് ചാടി അയാളുടെ അടുത്തേക്ക് വീണ്. അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവര് രണ്ടുപേരോടെ നിൽക്കുന്നു. അപ്പൊ അവരെ കൊല്ലാൻ വേണ്ടി ആ ഒരു പെണ്ണ് ഓടി ചെല്ലുമ്പോൾ അവളെയും അതുപോലെ തന്നെ ഷൂട്ട് ചെയ്ത് കൊടുക്കും. ഇവള് തെറിച്ച് നമ്മുടെ ഹീറോയുടെ മുകളിലൂടെ വന്ന് വീഴാണ്. അപ്പോഴേക്കാണ് ആ ഒരു സഹോദരൻ നടന്ന് ഇവരുടെ മുന്നിലേക്ക് വന്നിട്ട് ഓ അപ്പൊ നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ഇതെല്ലാം കണ്ട ആ ഒരു മുടിയൻ അവനാണെങ്കിൽ ഇപ്പോൾ ബോധം കെട്ട് വീഴാനായിട്ട് വരുന്ന ആ ഒരു അവസ്ഥയിൽ അവനോടി വെളിയിലേക്ക് വന്നിങ്ങനെ നിൽക്കാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഛർദ്ദിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും
അവന്റെ പുറകെ നമ്മുടെ ആ ഒരു മൊട്ടത്തലയിൽ സൈക്കോ നിൽക്കുന്നു. അപ്പൊ അവന്റെ കാര്യം എന്തായാലും തീർന്നു നമ്മൾ വിചാരിക്കുമ്പോഴത്തേക്കും അവൻ അങ്ങനെ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ സൈക്കോയെ കണ്ട് പേടിച്ചൊരു ഒറ്റ ചിരി സൈക്കോ തന്റെ കയ്യിലുള്ള ആ ഒരു വാളെടുത്ത് ഒരൊറ്റ വീശ് അവന്റെ കാര്യം അവിടെ വെച്ച് തന്നെ കഴിഞ്ഞു. അങ്ങനെ അകത്താണെങ്കിൽ നമ്മുടെ ഹീറോയെ കൊല്ലാൻ വേണ്ടി ആ ഒരു സഹോദരൻ തോക്കുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഹീറോ പറയുന്നത്, നിങ്ങളെ കൊല്ലാൻ പോകുന്നത് ഒരു പാവ ആളിനെയാണ്. കാരണം നിങ്ങളുടെ കൂടെയുള്ള ആളുകളെല്ലാം കൊന്നത് ഞാനല്ല, അത് വേറൊരുത്തനാണ്. അതാരാണെന്ന് അവനിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അയാളൊരു മൊട്ടത്തലയനാണ്. അതേപോലെ തന്നെ ഒരു കണ്ണാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിൽ അത് കാണാൻ കഴിയുമോ ഇല്ലേന്ന് പോലും എനിക്ക് അറിയത്തില്ല. അങ്ങനെയുള്ളൊരു സൈക്കോ ആണ് നിങ്ങളുടെ ആളുകളെല്ലാം കൊന്നതെന്ന് പറയുമ്പോൾ അവൻ അപ്പോഴും വിശ്വസിക്കുന്നില്ല. എന്നിട്ട് വീണ്ടും ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും ഹീറോ അപ്പോഴും അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ അലറി വിളിക്കുമ്പോൾ ഈ ഒരു വീടിനകത്തേക്ക് ആ ഒരു സൈക്കോ കയറി വന്ന് നിൽക്കുന്നു. അപ്പോഴാണ് ആ ഒരു സഹോദരൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഹീറോ വന്നിട്ട് പറയുന്നത്, ദേ അവൻ തന്നെ, അയാളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴെങ്കിലും എന്റെ വിശ്വാസമില്ലെന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഇവന്റെ കൂടെയുള്ള ആ ഒരു മുടിയാനുണ്ടല്ലോ അവന്റെ തല വെട്ടിയിട്ട് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നു. എന്നിട്ട് അവന്റെ ശരീരം താഴെ ഇടുന്നതും ഇപ്പൊ ഈ ഒരു സഹോദരൻ അയാളെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കും അതിൽ ബുള്ളറ്റ് ലോഡ് ആവുന്നില്ല. അതിനു മുന്നേ തന്നെ ആ ഒരു സൈക്കോ ഓടി വന്ന് ആ ഒരു തോക്കിലൊരു ഒറ്റ ചവിട്ട്. പക്ഷേ തോക്ക് താഴേക്ക് വരുമ്പോഴത്തേക്കും അതിൽ ബുള്ളറ്റ് ഫയർ ആയിട്ട് കൊള്ളുന്നത് നമ്മുടെ ഹീറോയുടെ കാലിലേക്ക്. എന്നിട്ട് ആ ഒരു സൈക്കോ ആണെങ്കിലോ ഇവനെ ഒരു ഒറ്റ ചവിട്ട് അടുത്ത് ഈ ഒരു മാനിന്റെ കൊമ്പുണ്ടായിരുന്നു അതിലേക്ക് വന്ന് തറച്ച് അവൻ അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. അപ്പോഴേക്ക് ഇവിടെ നമ്മുടെ മുട്ടയും ആ ഒരു കണ്ണാടിയും ഇവര് രണ്ടുപേരും ആ ഒരു വീടിനകത്തേക്ക് കയറിയിട്ട് അവിടെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആ ഒരു വീടിനകത്ത് ഒരു ഭാഗത്തായിട്ട് ഒരുപാട് ആയുധങ്ങൾ ഇങ്ങനെ ശേഖരിച്ച് വെച്ചേക്കാണ്. അതുമല്ല അവിടെയുള്ള ഒരു ഫയലുണ്ട്, അത് നമ്മുടെ മുട്ടയെടുത്ത് അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് ഒരു ആക്സിഡന്റ് നടന്ന ന്യൂസ് പേപ്പർ കട്ടിങ്, അതേപോലെ തന്നെ 1-2 പേരുടെ ഫോട്ടോ. ഇതെല്ലാം കണ്ടിട്ട് ആ ഒരു മുട്ട പെട്ടെന്ന് അതിലുള്ള ആ ഒരാളുടെ കണ്ണിങ്ങനെ വിരലുകൊണ്ട് മാറ്റുമ്പോഴത്തേക്കാണ് അവന് മനസ്സിലാവുന്നത് ആ ഒരു മുട്ട സൈക്കോയുടെ വീടാണിതെന്ന്. കാരണം അയാൾക്ക് ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ച അയാളുടെ ഭാര്യയും കുട്ടിയെല്ലാം മരിച്ചു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ആയിപ്പോയത്. അപ്പൊ കറക്റ്റ് വീട്ടിലേക്ക് തന്നെയാണ് രണ്ടുപേരും കയറി വന്നിട്ടുള്ളത്. പെട്ടെന്ന് ഡോർ ആരോ തുറക്കുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും പുറകിലേക്ക് നിൽക്കുമ്പോൾ ആ ഒരു സൈക്കോ അകത്തേക്ക് കയറി വരുന്നു. അങ്ങനെ ആ ഒരു സൈക്കോ അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇവിടെ ആരെയും കാണുന്നില്ല. സൈക്കോ ഇപ്പൊ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് ആരെയാണെന്നറിയോ? നമ്മുടെ ഹീറോയെ. അങ്ങനെ ഹീറോയെ അവിടെ കൊണ്ടിട്ടിട്ട് അയാൾ അകത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മുട്ടയുണ്ടല്ലോ അവൻ ഇവിടെ പുറകിലായിട്ട് ഒളിച്ചിങ്ങനെ നിൽക്കാണ്. അപ്പോൾ സൈക്കോ ആണെങ്കിൽ കൈയെല്ലാം വാഷ് ചെയ്തിട്ട് അയാൾക്കൊരു സംശയം, നമ്മുടെ മുട്ട നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നടന്നു വന്ന് നോക്കുമ്പോൾ മുട്ട അവിടെ കാണുന്നില്ല. എന്നിട്ട് തിരിച്ച് നടന്നു വരുമ്പോഴത്തേക്ക് നമ്മുടെ മുട്ട ആ ഒരു ചുമരിലിങ്ങനെ ചാരി നിൽക്കുന്നു. അപ്പൊ സൈക്കോ അവിടെ വന്ന് തൻ്റെ ഒരു വാളുണ്ട് അതെടുത്ത് ഇങ്ങനെ മൂർച്ച കൂട്ടുമ്പോഴത്തേക്ക് നമ്മുടെ മുട്ട ശബ്ദം ഉണ്ടാക്കാതെ പതിയെ നടന്ന് പുറകിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് എന്തോ ഒരു ശബ്ദം കേൾക്കും. അപ്പൊ അനങ്ങാതെ ഇങ്ങനെ നിൽക്കും. അപ്പൊ സൈക്കോ അത് വലിയ കാര്യമാകത്തില്ല. എന്നിട്ട് അടുത്തുള്ള ആ ഒരു ചുമരിനടുത്തേക്ക് പോയി നിൽക്കുമ്പോൾ സൈക്കോ ഇപ്പോ അവിടേക്ക് വന്നിങ്ങനെ നോക്കാണ്. അപ്പോൾ മുട്ട ഇപ്പുറത്ത് നിൽക്കുന്നു, സൈക്കോ ഇപ്പുറത്ത് നിൽക്കുന്നു. അപ്പോൾ ആ ഒരു സൈക്കോ ആ ഒരു ചുമരിനടുത്തേക്ക് വന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്കും മുട്ട വിചാരിക്കുക അവനെയാണെന്ന്. പക്ഷെ അവനെയല്ല, ഈ ഒരു ചുമരിൽ ഒരു കണ്ണാടി തൂക്കിയിട്ടിട്ടുണ്ട്, അതിൽ അയാളുടെ മുഖം നോക്കുമായിരുന്നു. അപ്പോൾ സൈക്കോ അവിടെ നിന്ന് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവന്റെ കാലിൽ പിടിച്ചിട്ട് വലിച്ചെടുത്താണ് ഇങ്ങനെ പോകുന്നത്. അവിടെയുള്ള പിള്ളേര് മുഖം മൂടി നിൽക്കുമല്ലോ കാണാതിരിക്കാൻ വേണ്ടി, അതേപോലെ മുഖം മൂടി ഇങ്ങനെ നിൽക്കാണ്. എന്നിട്ട് സൈക്കോ ഇവിടെ വന്ന് ഇങ്ങനെ തിരിയുമ്പോഴത്തേക്കും മുട്ട വീണ്ടും അനങ്ങുമ്പോൾ സൈക്കോ ആ ശബ്ദം കേട്ട് തിരിയുമ്പോഴത്തേക്കും സൈക്കോയുടെ പുറകെ മുട്ട ഇങ്ങനെ നടക്കുന്ന അനങ്ങാതെ. നല്ല രസമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സീൻ കാണുമ്പോഴത്തേക്കും. അപ്പോൾ സൈക്കോ നമ്മുടെ മുട്ടയെ കാണാതെ മുന്നിലേക്ക് നടന്നു പോകുന്നത് മുട്ട രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് പെട്ടെന്ന് അടുത്തുള്ള ആ ഒരു ടേബിളിലേക്ക് കൈ കൊണ്ടൊരു ഒറ്റയടി. അവിടെ ഒരു കമ്പി ഉണ്ടായിരുന്നു, അത് കയ്യിലേക്ക് തറച്ചാൻ കയറുമ്പോഴത്തേക്കും വേദന കാരണം മിണ്ടാനും കഴിയത്തില്ല. പതിയെ വലിച്ചൂരി ഒരിടത്ത് അനങ്ങാതെ ഇരിക്കുകയാണ്. എന്നിട്ട് അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് സൈക്കോ നേരെ അവന്റെ കട്ടിലേക്ക് പോയിരുന്ന് അവൻ ഉറങ്ങാനായിട്ട് ഇങ്ങനെ കിടക്കുന്നു. കാണിക്കുമ്പോൾ ആ ഒരു കട്ടിലിനടിയിലുണ്ട് മറ്റേ ആ കണ്ണാടി ഉണ്ടല്ലോ അവനാണെങ്കിൽ പേടിച്ച് വിറച്ച് ഇങ്ങനെ കിടക്കാണ്. അപ്പോൾ നമ്മുടെ മുട്ട പതി അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ എന്തായാലും വെളിയിൽ പോവാണെന്നെല്ലാം ഇങ്ങനെ കൈ കൊണ്ട് ആക്ഷൻ എല്ലാം കാണിച്ചിട്ട് ഇവനാണെങ്കിലോ വെളിയിലേക്ക് ഇറങ്ങി ഒരു ഒറ്റ ഓട്ടം ഓടി വെളിയിലേക്ക് വന്നിട്ടാണ്, ഓക്കെ ഇപ്പൊ ഞാൻ രക്ഷപ്പെട്ട് പോകണോ അതെന്റെ സുഹൃത്തുക്കളെ രക്ഷിക്കണോ? ഇല്ല, രക്ഷപ്പെട്ടു പോവാം, അല്ല സുഹൃത്തുക്കളെ രക്ഷിക്കാം, അല്ലെങ്കിൽ വേണ്ട എന്തെങ്കിലും ചെയ്യാന്നും പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോവാണെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് നടന്നിങ്ങനെ പോവാണ്. പക്ഷെ നടന്ന് ചെന്ന് ഇറങ്ങുന്നതോ ഒരു ചതുപ്പിലേക്ക്. ഇപ്പൊ വേറെ ആരും രക്ഷിക്കാനും ഇല്ല, അതുകൊണ്ട് നമ്മുടെ മുട്ട അവസാനം വന്ന് പെട്ടു എന്നും പറഞ്ഞിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ഇങ്ങനെ മുങ്ങി പോകുന്നു. ഇനി ആരും വന്ന് അവനെ രക്ഷിക്കുമെന്നോ? അതേസമയം സൈക്കോയുടെ വീട്ടിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ അതേപോലെ തന്നെ ആ ഒരു കണ്ണാടി ഉണ്ടല്ലോ ഇവരെ രണ്ടുപേരെയും പിടിച്ച് ചേർത്ത് ഇങ്ങനെ കെട്ടി വെച്ചേക്കാണ്. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, ഞാൻ മരിച്ചിരിക്കുകയാണോ അതോ ജീവിച്ചിരിക്കുകയാണോ? നീ ജീവനോട് തന്നെയുണ്ട്, എനിക്കത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ ഇവിടെ ആ ഒരു ചതുപ്പിൽ കാണിക്കുമ്പോഴത്തേക്കും ആ വെള്ളത്തിന് മുകളിലേക്ക് ഒരു കയർ വന്ന് വീഴുന്നു. പെട്ടെന്ന് നമ്മുടെ മുട്ട ആ ഒരു കയറിലേക്ക് പിടിച്ച് കരയിലേക്ക് വരുമ്പോഴത്തേക്കാണ് അത് വേറെ ആരുമല്ല, ആ ഒരു കുതിരയുണ്ടല്ലോ അതായിരുന്നു. അങ്ങനെ നമ്മുടെ മുട്ട എഴുന്നേറ്റ് ആ ഒരു കുതിരയെ പിടിച്ചിട്ട് എന്തോ ഒരു കാര്യം തീരുമാനിച്ച അവസാനം ഈ ഒരു കുതിരയെ കൊണ്ട് ഇങ്ങനെ വരികയാണ്. അതുകൂടി ഈ സൈക്കോയുടെ വീടിനടുത്തേക്ക് വരുന്നതും മുട്ട ചാടി താഴേക്ക് ഇറങ്ങി അവിടെ നിന്ന് എഴുന്നേറ്റ് ഇന്ന് സൈക്കോയെ കാണിച്ചിരാന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് ആ ഒരു ഡോറിലേക്ക് ഒരു ഒറ്റ ചവിട്ട്. കാല് നല്ല വേദന, എന്താണെന്ന് വെച്ചാൽ ഡോറ് വെളിയിലേക്കാണ് തുറക്കേണ്ടത്. അങ്ങനെ വേദന കാരണം പിന്നെയും ആ ഒരു ഡോറ് വലിച്ചു തുറന്ന് അകത്തേക്ക് ചെന്നിട്ട്, സുഹൃത്തുക്കളെ, എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ രണ്ടുപേരും എന്റെ സഹോദരന്മാരാണ്, അതുകൊണ്ടാണ് നിങ്ങൾ രക്ഷിക്കാനായിട്ട് ഞാൻ ഇവിടേക്ക് വന്നത്.
എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നതും ആ ഒരു സൈക്കോ പുറകിലൂടെ വരുന്നു. ഇവരാണെങ്കിൽ ആക്ഷൻ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവ അറിയുന്നില്ല. ഞാൻ ഇന്ന് അവനെ കൊല്ലും എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കി ആ ഒരു സൈക്കോയെ തന്നെ തൊട്ടിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ സൈക്കോ തന്റെ കയ്യിലുള്ള ആ ഒരു കോടാലി എടുത്തൊരു ഒറ്റ വിട്ട്. പക്ഷേ അവൻ കുനിഞ്ഞു കളയും. അപ്പോഴേക്ക് ഈ ഒരു കോടാലി തെറിച്ച് ഈ ഒരു തൂണിലേക്ക് ഒന്ന് തട്ടുന്നതും ഇവരുടെ കെട്ടിയിരുന്ന ആ ഒരു കയറുണ്ടല്ലോ അതങ്ങ് അഴിഞ്ഞുപോയി. അപ്പൊ ആ ഒരു സൈക്കോ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ മുട്ടയെ പൊക്കിയെടുത്ത് ഒരു ഒറ്റയേറ്. അപ്പൊ ഇവർ 3 പേര് ഇടിക്കാനായിട്ട് നിൽക്കാണ്. പക്ഷെ 3 എണ്ണവും മണ്ടന്മാരാണ്, ഇടിക്കാനോ ഒന്നും അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സൈക്കോ ആയിട്ട് ഇവർ 3 പേര് ഫൈറ്റ് ചെയ്യുന്നു. സൈക്കോയുടെ മുട്ടത്തലയിലേക്ക് കൈ കൊണ്ടിടിക്കുമ്പോഴത്തേക്കും ഇവർക്ക് വേദന എടുക്കുന്നതല്ലാതെ സൈക്കോയ്ക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ഫൈറ്റ് ചെയ്ത് അവസാനം നമ്മുടെ മുട്ട സുഹൃത്തുണ്ടല്ലോ അവനെ പിടിച്ച് ജനാല വഴി ഒരു ഒറ്റയേറ് വെടിയിലേക്ക് ബാക്കി 2 പേരും നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മൾ വിചാരിക്കുക അവനോട് രക്ഷപ്പെടുന്നു. പക്ഷേ അടുത്ത ഒരു ജനാലയെ തകർത്താവ് ഉള്ളിലേക്ക് വന്ന് നിൽക്കാണ്. എന്നിട്ട് ഇവർ 3 പേരും വീണ്ടും ചെന്നാടി ഓടുമ്പോഴത്തേക്കും ഇവരെ 3 പേരെ അടിച്ച് ദൂരേക്ക് എറിയും. അപ്പൊ 3 പേര് പേടിച്ചിട്ട് അവിടെ കിടക്കുമ്പോൾ ഈ ഒരു സൈക്കോ വന്നിട്ട് അവര് വെട്ടാനായിട്ട് ആ ഒരു കോടാലി ഇങ്ങനെ പൊക്കുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് ആ ഒരു ഷൂട്ട് ചെയ്യുന്നു. സൈക്കോയുടെ കയ്യിൽ നിന്ന് ആ ഒരു കോടാലി താഴേക്ക് വീണിട്ട് സൈക്കോ തിരിഞ്ഞു നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ആ ഒരു ബോസിന്റെ സഹോദരൻ. അവൻ മരിച്ചിട്ടില്ലായിരുന്നു. ആ ഒരു കൊമ്പ് അവന്റെ വയറിലേക്ക് കുത്തിക്കറിയിട്ട് അവൻ അതെല്ലാം വലിച്ചൂരി ഈ ഒരു കരണ്ടി ഉണ്ടല്ലോ അതെല്ലാം ചൂടാക്കി ആ ഒരു മുറിവിലെല്ലാം വെച്ച് രക്തപ്പൊക്കെല്ലാം തടഞ്ഞിട്ട് അവനിപ്പോ തിരിച്ചു വന്നേക്കാണ് തന്റെ സഹോദരനെ കൊന്ന് ഈ ഒരു സൈക്കോയെ കൊല്ലാൻ വേണ്ടി, പ്രതികാരം ചെയ്യാൻ വേണ്ടി. എന്നിട്ട് വീണ്ടും 2ാമത് ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോൾ ബുള്ളറ്റ് ഇത്തവണയും വർക്കാവുന്നില്ല. അങ്ങനെ സൈക്കോ വന്നിട്ട് അവന്റെ കഴുത്തിൽ പിടിച്ച് അവനെ ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഹീറോയും ആ ഒരു കണ്ണാടി ഉണ്ടല്ലോ ഇവർ 2 പേരും ഒരു കയറെടുത്തുകൊണ്ട് വന്ന് സൈക്കോയുടെ കഴുത്തിലേക്ക് ഇട്ടിട്ട് 2 വശത്ത് നിന്ന് ഇങ്ങനെ വലിക്കുകയാണ്. പക്ഷെ എത്ര വലിച്ചിട്ട് സൈക്കോക്ക് ഒന്നും ആവുന്നില്ല. അപ്പോഴാണ് പുറകില് നമ്മുടെ ആ ഒരു മുട്ട ഒരു വടിയെടുത്തോണ്ട് വന്ന് സൈക്കോയുടെ തലയിലേക്ക് അടിക്കുമ്പോൾ അത് വീണ്ടും തിരിച്ച് ഇവന്റെ നെറ്റിലേക്ക് തന്നെ കൊള്ളും. അപ്പൊ അവൻ തെറിച്ച് താഴേക്ക് വന്ന് വീണ് അവന്റെ ബോധം പോയി. അതുപോലെ ഇതിനകത്ത് കിടന്ന് ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇവിടുത്തെ ആ ഒരു ഗ്യാസ് ഉണ്ടല്ലോ അത് തുറന്നുപോയി. അതുകൊണ്ട് ഗ്യാസ് എല്ലാം ലീക്കായിട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ നമ്മുടെ ഹീറോയും ആ ഒരു സുഹൃത്തും മുട്ടയെ വലിച്ചടുത്തുള്ള ആ ഒരു തൂണിലേക്ക് ചേർത്തിട്ട് 2 പേരും 2 വശങ്ങളിലേക്ക് ഓടി ചുറ്റി സൈക്കോയെ അവിടെ വെച്ചങ്ങ് ചുറ്റിയെ കെട്ടിയങ്ങ് വയ്ക്കും. അതുകൊണ്ട് സൈക്കോയ്ക്ക് ഇനി അനങ്ങാൻ കഴിയത്തില്ല. അപ്പോഴേക്കാണ് ആ ഒരു സഹോദരൻ എഴുന്നേറ്റിട്ട് പറയുന്നത്, ഓക്കെ സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും പോയിക്കോ, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് അവരെ 3 പേരെ വെളിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇവൻ ആ ഒരു സൈക്കോയുടെ അടുത്തേക്ക് ചെന്ന് ഇപ്പൊ ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ആ ഒരു സൈക്കോയെ കൊല്ലാണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ഇതിനകത്ത് ആ ഒരു ഗ്യാസ് ലീക്ക് ആവുന്നുണ്ട്. അപ്പൊ അവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ പതിയെ ഡോറിന്റെ അടുത്തേക്ക് വന്ന് ഒരു സിഗരറ്റ് അങ്ങനെ വലിച്ചിട്ട് അതെടുത്തിട്ട് ഒറ്റയേറ്. എന്നിട്ട് ഡോറും തുറന്ന് ഓടി വെളിയിലേക്ക് വന്ന് ഇങ്ങനെ കമിഴ്ന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇത് പൊട്ടുന്നില്ല. ചേട്ടാ ഇതെന്ത് പറ്റിയെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അതങ്ങ് പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ സൈക്കോ അതിനകത്ത് വെച്ച് മരിച്ചു. അങ്ങനെ അതോടെ തന്നെ തന്റെ ചേട്ടനെ കൊന്ന ആ ഒരു പ്രതികാരം തീർത്ത് ഇവൻ നേരെ തിരിച്ചു വന്ന് ഇവൻ ആ ഒരു കുതിര ഉണ്ടല്ലോ ആ ഒരു കുതിരയിൽ കയറിയിട്ട് ഇവരോട് 3 പേരോടും യാത്രയെല്ലാം പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അതുകൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പറയും, ബാ നമുക്ക് പോണ്ടേ, എന്റെ ഭാര്യ അവിടെ ഹോസ്പിറ്റലാണെന്നും പറഞ്ഞ് ഇവർ 3 പേരും ഓടി ഒരു വിധത്തിൽ ആ ഒരു വണ്ടിയുടെ അടുത്തേക്ക് വന്ന് വണ്ടിയെടുത്ത് അവന്റെ ഭാര്യയെ കാണാനായിട്ട് പോവാണ്. ഇപ്പൊ എന്തായാലും എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞല്ലോ. അങ്ങനെ അവിടെ നിന്നും ഒരു വിധത്തിൽ ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് തന്റെ ഭാര്യയുടെ ആ ഒരു മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ എന്തായാലും ഒരു അച്ഛനായി. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ തന്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്ന് ആ ഒരു കുഞ്ഞിനെ അങ്ങനെ വാങ്ങി സന്തോഷം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഓക്കെ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. കാരണം തന്റെ ഭാര്യ എപ്പോഴും വഴക്കാണ്. അതെല്ലാം ഇപ്പൊ ഇതോടെ കഴിഞ്ഞു, ഒരു കുഞ്ഞു വന്നതോടുകൂടി എല്ലാം കഴിയുമല്ലോ. ആ ഒരു സന്തോഷം സുഹൃത്തുക്കൾക്കും ഉണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഭാര്യ പെട്ടെന്ന് അവന്റെ കയ്യിലേക്ക് നോക്കിയിട്ട്, അല്ല മോതിരയുടെ. അപ്പോഴേക്കും ഹീറോയുടെ മുഖം അങ്ങ് മാറും. അപ്പോഴാണ് ഹീറോ പതിയെ അതാലോചിച്ചിട്ട്, ബേബി നീ അതെന്തായാലും വിശ്വസിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ പേര്, സ്വീറ്റി യു വോണ്ട് ബിലീവ് ഇറ്റ്. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ഭാര്യയോട് പറയാണ്, ഞങ്ങൾ ഇതുപോലെ ബോട്ടിൽ പോകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ബോട്ടിൽ ആരോ ഷൂട്ട് ചെയ്തു, അവരെല്ലാവരും ഞങ്ങളെ കൊല്ലാൻ വന്നു, അപ്പോഴാണ് എൻ്റെ മോതിരം പോയത്, അത് പറഞ്ഞാൽ നിനക്ക് വിശ്വാസമാവത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ഭാര്യ പറയും, ശരി നിങ്ങൾ മീൻ പിടിക്കാനല്ലേ പോയത്, മീൻ എവിടെ, അത് മീൻ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അവന്റെ ഭാര്യയുടെ വഴക്ക് ഒരിക്കലും അവസാനിക്കത്തില്ല എന്ന് മനസ്സിലായി. അങ്ങനെ ഈ ഒരു സൈക്കോയുടെ വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കാണ് സൈക്കോ അവൻ ഇപ്പോഴും മരിച്ചിട്ടില്ല മൊട്ടത്തലയൻ അവന്റെ കൈ ഇങ്ങനെ ഉയർന്നു വരുന്നത് പോലെ കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഓക്കെ, എന്തായാലും കുറച്ച് ഫണ്ണായിട്ട് അവസാനം വരെയും ഈ ഒരു മൂവി കണ്ടിരിക്കാൻ കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.